ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കാമില എന്ന് പറഞ്ഞ താമരയുടെ പോട്ടാണ് കേട്ടോ. ഈ പോട്ടിനകത്ത് ലീഫെല്ലാം കട്ട് ചെയ്ത് ഇതിപ്പോൾ 3 ലീഫേ ഉള്ളൂ കേട്ടോ. ഒരു സ്റ്റാൻഡിങ് ലീഫും ഇതുണ്ടല്ലോ, പുതിയ ലീഫ് വരുന്നുണ്ട്. ബാക്കിയുള്ള ലീഫുകളെല്ലാം കറുത്ത് കിടന്നെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കുറേ പായലുണ്ടായിരുന്നു, എല്ലാം ക്ലീൻ ആക്കിയതാണേ. അപ്പോൾ എന്താ അതിനകത്ത് കണ്ടില്ലേ, എന്ത് ആമ്പലിൻ്റെ തൈയാണെന്ന് നോക്കിക്കേ. ഇതേത് ആമ്പലിൻ്റെ തൈയാണെന്നോ ഒന്നും അറിയത്തില്ല. ഇത് ഏതോ ഒരു ആമ്പലിൻ്റെ വിത്ത് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഈ വിത്ത് വീണ് ഇങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. അത് ചെറിയ തൈയല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് വളർത്തി വലുതാക്കി കൊണ്ടുവരും. അതായത് വേറൊരു പോട്ടിലേക്ക് ഇത് മാറ്റി വയ്ക്കാറായത് കണ്ടില്ലേ, ലീഫെല്ലാം വെള്ളത്തിന് മുകളിൽ വന്നു. ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാറായതാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് കഴിയുമ്പം ഇതിൻ്റെ ഫ്ലവർ വന്നു കഴിയുമ്പം അപ്പം നമുക്ക് ഏത് വെറൈറ്റിയുടെ ആണെന്നൊന്നും നമുക്ക് പറയാൻ ചിലപ്പം പറ്റത്തില്ല. ചിലപ്പം ആ വെറൈറ്റിയുടെ തന്നെ ഏത് വെറൈറ്റിയുടെ വിത്താണോ ആ വെറൈറ്റിയുടെ സ്വഭാവം ചിലപ്പോൾ കാണിക്കാം. അപ്പം ചിലപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു സ്വഭാവം കാണിക്കും ഫ്ലവറിന്. അന്നേരം നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഏതിൻ്റെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഏതിൻ്റെ ആണെന്നോ ഒന്നും അറിയില്ല. ഇതിപ്പം തന്നെ വീണതായിരിക്കത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് വിത്ത് ഉണ്ടായത് ഞാൻ എടുത്തിങ്ങോട്ട് ഇട്ടതായിരിക്കാം. വിത്ത് ഇങ്ങോട്ട് ഇട്ടതായിരിക്കാം ചിലപ്പോൾ തന്നെ വീഴാനായിട്ട് ഇതിൻ്റെ അടുത്തൊക്കെ താമരയുടെ പോട്ടുകൾ ആമ്പലില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് കഴിയുമ്പോൾ ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇത് സീഡ്ലിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ സീഡ്ലിങ് ചെറിയ തൈകളെ അല്ല സീഡ്ലിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ വലിയ തൈ ഇതുപോലെ വിത്ത് വീണ് ഏതോ ഒരു ആമ്പലിൻ്റെ വിത്ത് വീണ് ഇങ്ങനെ ഉണ്ടാകുന്നതിനെയാണ്. എല്ലാ ആമ്പലും വിത്ത് വീണുണ്ടാകുന്നതാണ്. പക്ഷേ അതിന് എന്താ പറയുക, ഹൈബ്രിഡൈസർ അതിനെ നോക്കി അതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ബ്ലൂമിങ് കപ്പാസിറ്റി നോക്കി ട്രോപ്പിക്കലാണോ ഹാർഡിയാണോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സ്വഭാവമൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് അത് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് കേട്ടോ, ഹൈബ്രിഡൈസർ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി എന്താ പറയുക, ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇതിങ്ങനെ ഈ പുതിയ ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന്. ഇതിപ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടായി വന്നത്. കാരണം ഈ തേനീച്ച അല്ലെങ്കിൽ വണ്ടൊക്കെ വന്നിരുന്ന് അതിൻ്റെ പൂമ്പൊടി മറ്റൊരു ഒരു ആമ്പലിൻ്റെ പൂമ്പൊടി അത് തേനീച്ച വഴി നമുക്ക് മറ്റൊരു ആമ്പലിലേക്ക് വന്നിട്ട് അങ്ങനെ വിത്തുണ്ടായി വന്നതാണ് കേട്ടോ. ഇത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിനെ എടുത്ത് ഞാൻ ഇങ്ങനെ വിത്ത് കണ്ടപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടതാണ്. അല്ലാതെ തന്നെ വീണതല്ല കേട്ടോ. ഞാൻ വിത്തിട്ട് വെച്ചതാണ്, ഈ താമരയുടെ പോട്ടിലേക്ക് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഏത് വെറൈറ്റിയുടെ ആണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം മനസ്സിലാക്കാൻ പറ്റും, ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ചിലപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഏതിൻ്റെ ആയിരിക്കാം, ഏതിൻ്റെ വിത്ത് വീണുണ്ടായതായിരിക്കും എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സീഡ്ലിങ്, അതായത് നമ്മളൊരു പേരിട്ട് നമ്മൾ ഒരു ഐഡി ഇറക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയ വെറൈറ്റി ഉണ്ടാക്കി അതിനൊരു പേരിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോഴാണ് അതിനൊരു ഐഡിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ഒരു മാർക്കറ്റിൽ ഇറക്കുന്നതിന് നമ്മൾ സീഡ്ലിംഗ് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ഇറക്കുന്നത്. അതിനൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളതിനെ സീഡ്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത് കേട്ടോ. മാർക്കറ്റിൽ ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീഡ്ലിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാണെങ്കിലും വളർത്താൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇതുപോലെ നമ്മൾ ഇതുപോലെ പൂ വിരിഞ്ഞ് കഴിയുമ്പം കൊടുക്കും. അല്ലാതെ ചിലർ ചോദിക്കും സീഡ്ലിംഗ് എന്ന് പറയുന്നത് ചെറിയ തൈയല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ചെറിയ തൈയല്ല കേട്ടോ. ഇതുപോലത്തെ തൈകൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് റിസ്ക്കാണ്, പിടിപ്പിച്ചെടുക്കാൻ പാടാണ്, പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചു കഴിയുമ്പം ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് മാറ്റി വെച്ചാൽ പിടിച്ച് കിട്ടും. പക്ഷേ നമ്മൾ കൊറിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. ഒരു 2 ദിവസമൊക്കെ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ ഒരു ദിവസം യാത്ര ചെയ്തിട്ടൊക്കെയല്ലേ വരുന്നത്, പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഫ്ലവർ വന്ന പ്ലാന്റുകൾ അല്ലെങ്കിൽ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളായിരിക്കും കേട്ടോ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വെറൈറ്റിയുടെ ചെറിയ തൈയല്ല സീഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു ആമ്പലിൻ്റെ വിത്ത് വീണതാ ഇതുപോലെ തൈകൾ ഐഡിയ ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വെറൈറ്റിയാണ് നമുക്ക് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ വെറൈറ്റിയുടെയും, അതായത് എല്ലാ ആമ്പലിൻ്റെയും ഇതുപോലെ വിത്ത് വീണുകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അന്നേരം അത് അവർ ഹൈബ്രിഡൈസർ
പോളിനേഷൻ ചെയ്ത് അത് എന്താ പറയുക, അതിനെ നിരീക്ഷിച്ച് അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹാർഡിയാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ അതൊരു മാർക്കറ്റിൽ അതിന് പേരിട്ട് ഇറക്കുകയുള്ളൂ. ഇതിപ്പോൾ പേരൊന്നുമില്ല, നമ്മളൊരു സീഡ്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറക്കും, അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് സീഡ്ലിംഗ് എന്ന് കേട്ടോ. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട് സീഡ്ലിംഗ് എന്താണെന്ന്, ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിത്ത് ഇപ്പം നിലവിൽ എനിക്ക് കാണിച്ചു തരാൻ വിത്തില്ല. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. വിത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വേറൊരു ആമ്പലിൻ്റെ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞാണ് കേട്ടോ, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. അപ്പോൾ ഇത് ഡോറിസോൾട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ പൂവ്. ഇതിപ്പോൾ 3-ാം ദിവസമാണ് കേട്ടോ, മഴ പെയ്യാതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന 3-ാം ദിവസത്തെ ഫ്ലവറാണ്. അപ്പോൾ ഇത് 3 ദിവസം കഴിയുമ്പം ഇത് ഇങ്ങനെ കൂമ്പിപ്പോവും, ഇതുപോലെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ കൂമ്പിപ്പോകുമ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ കൂമ്പിയിരിക്കുന്ന അത് കട്ട് ചെയ്ത് കളയാതെ വെള്ളത്തിലിട്ട് വെച്ചാൽ ചിലപ്പം ഈ ഭാഗം കണ്ടോ, ഞാനിപ്പോൾ കൈ തൊടുന്ന ഈ വിരൽ തൊടുന്ന ഭാഗം ഇത് കണ്ടില്ലേ, ഈ ഭാഗം വീർത്തിരിക്കും, നന്നായിട്ട് അങ്ങോട്ട് വീർത്തിരിക്കും. അപ്പം വീർത്തിരിക്കുന്ന നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അതിനകത്ത് വിത്തുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കണ്ടോ, ഈ ഭാഗം വീർത്തിരിക്കും, ഇത്രയും ഈ നടുക്കത്ത് ഈ ഒരു ഭാഗം വീർത്തിരിക്കും. എന്നിട്ട് ഇതിൻ്റെ തണ്ട് കണ്ടോ, ഇതിൻ്റെ തണ്ടിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് ഒടിഞ്ഞു പോയി, ഇതിങ്ങനെ വളഞ്ഞിരിക്കും കണ്ടതാ, ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇരിക്കും. അങ്ങനെ വളഞ്ഞും വരും. വിത്തുള്ള ഭാഗം ഇവിടെ വീർത്തു ഇരിക്കും, ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് ഇരിക്കും. അപ്പം വളഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് വിത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് അഴുകി ഇതുപോലെ അഴുകി കഴിയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓപ്പണാക്കി ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വിത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ തരി പോലെ നമുക്ക് ഇതിനകത്ത് വിത്ത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഒരു ആമ്പലിൻ്റെ വിത്ത്. ഇതിനകത്തില്ല വിത്ത്, ഇത് വിത്തുള്ളതല്ല കേട്ടോ. അപ്പം ഇവിടെ വീർത്തിരിക്കുകയും ചെയ്യും. ഇവിടെ ഈ തണ്ടിൻ്റെ ഈ ഭാഗം വളഞ്ഞിരിക്കും. അതുപോലെ ഇത് കണ്ടോ, ഇവിടെ ആണ് നമുക്ക് വിത്തുകൾ കാണാൻ സാധിക്കുന്ന കറുത്ത ചെറിയ വിത്തുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ എടുത്ത് ഒരു താമരയുടെ പോട്ടിലേക്ക് ചുമ്മാ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേറൊരു പോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് മണ്ണിലേക്ക് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിങ്ങനെ മുളച്ച് വന്നോളും, വിത്ത് മുളച്ച് വരും കേട്ടോ. അങ്ങനെയാണ് പുതിയ ആമ്പലുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിപ്പോൾ നാച്ചുറലായിട്ട് വിത്തുണ്ടാകുന്ന അതിനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് പക്ഷേ ഹൈബ്രിഡൈസർമാർ അതിങ്ങനെ എന്താ പറയുക, പോളിനേഷൻ ചെയ്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ, ഓരോ വെറൈറ്റിയിലും. അപ്പം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് കാണുന്നത് തേനീച്ച വന്നിരിക്കുമോ അങ്ങനെയാണ് ഇത് നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ പോളിനേഷൻ നടക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരു സീഡ്ലിങ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുണ്ട്, വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് കേട്ടോ. ഇത് ഏത് വെറൈറ്റിയുടെ ആണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഏത് വെറൈറ്റിയുടെ ആണ്, ചിലപ്പോൾ മിയാമി റോസിൻ്റെ ആയിരിക്കും. ലീഫൊക്കെ കണ്ടിട്ട് മിയാമി റോസ് പോലെയുണ്ട്, പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, മിയാമി റോസിൻ്റെ ഒരു സാമ്യമില്ല. മിയാമി റോസിൻ്റെ ഫ്ലവർ അല്ല ഇത്. അപ്പം മിയാമി റോസിൻ്റെ കുറച്ചുകൂടെ കളറുണ്ട്, പെറ്റൽസിൻ്റെ കുറച്ചുകൂടെ പെറ്റൽസ് ഉണ്ട്. ഇതിപ്പോൾ ഏതോ ഒരു മിയാമി റോസിൻ്റെ ആയിരിക്കാം, ഉറപ്പില്ല, 1% പോലും നമുക്ക് ഉറപ്പില്ല. അതിൻ്റെ വിത്ത് വീണ് ഉണ്ടായതായിരിക്കാം ഇത്. അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റിയുടെ വിത്ത് വീണ്, ഏതോ ഒരു വെറൈറ്റിയുടെ വിത്ത് വീണ് ഇതുപോലെ ഉണ്ടായത്, മുമ്പ് കാണിച്ചിരിക്കുന്ന പോലെ ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ പറഞ്ഞു തന്നു. വീഡിയോ അത് തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.